എല്ലാവർക്കും നമസ്കാരം. ഇത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി സാലഡിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഇന്നൊരു കടല വെച്ചിട്ടുള്ളൊരു ഫില്ലിംഗ് ആയിട്ടുള്ള സാലഡാണ് നോക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് തയ്യാറാക്കാം. ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ വെച്ചിട്ട് ചെയ്യുന്നൊരു മിക്സാണ്. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ കോൾഡ് പ്രസ്ഡ് ഓയിൽ, അതായത് വെളിച്ചെണ്ണ, നമ്മൾ മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ റേപ്സീഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് കോൾഡ് പ്രസ്ഡ് ആണ്. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഈ ഒരു സാലഡിൽ എടുക്കരുത്. ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്മോക്ക്ഡ് പാപ്രിക്ക കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു കടല സാലഡാണ്. അപ്പോൾ ഈ ഒരു ജീരകം ഒരു 1/4 ടീസ്പൂൺ പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളക്കടല പുഴുങ്ങി എടുത്തിട്ടുണ്ട് കുതിർത്തതിന് ശേഷം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 തക്കാളി, ഞാനിവിടെ ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു 3-4 എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചുവന്ന കളറും മഞ്ഞ കളറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ചീര ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഇലകളാണെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്കൊരു മീഡിയം സൈസ് സവാളയുടെ പകുതി, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുക്കുംബർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. കുക്കുംബറും തക്കാളിയും കൂടെ നല്ല കോമ്പിനേഷൻ അല്ല എന്നാണ് പറയുന്നത്. എങ്കിൽ കൂടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചക്കറികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റേപ്സീഡ് ഓയിലിൻ്റെ കോൾഡ് പ്രസ്ഡ് ഓയിൽ വളരെ ഹെൽത്തിയാണ്. ഒലിവ് ഓയിലിനെക്കാട്ടിലും ഹെൽത്തിയാണ് കോൾഡ് പ്രസ്ഡ് റേപ്സീഡ് ഓയിൽ. അപ്പോൾ അതിൽ കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ ഒലിവ് ഓയിലിനെക്കാട്ടിലും പകുതി ഫാറ്റുമാണുള്ളത്. ഒലിവ് ഓയിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഉണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയാണ് ഒലിവ് ഓയിൽ. അപ്പോൾ ഈ സാലഡ് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ചുകൂടെ സാലഡ് ലീവ്സ് ഉണ്ടെങ്കിൽ നിരത്തി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാലഡ് എന്ന് പറയുന്നത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാലഡാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രിൽഡ് ചിക്കനോ ഗ്രിൽഡ് ഫിഷോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫില്ലിംഗ് ആയിട്ടുള്ള സാലഡാണ്. അപ്പോൾ ഈ ഒരു സാലഡ് വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സാലഡ് സെർവ് ചെയ്യുന്നത് ഗ്രിൽഡ് ഫിഷിൻ്റെ കൂടെയാണ്. അപ്പോൾ ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രിൽഡ് ഫിഷാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വെയിറ്റ് ലോസ് റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്